അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു സന്തോഷകരമായ വാർത്തയാണ് രാവിലെ തന്നെ വരുന്നത്. പിന്നെ അനുമോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനുമോള് PR വിനുവിനെ കുറിച്ച് നടക്കുന്ന കുറച്ച് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് വരുന്നുണ്ട്, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് നിങ്ങൾ ഓരോരുത്തരും കേൾക്കേണ്ടതാണ്. അതുപോലെ തന്നെ അനുമോളെ ചതിച്ചതാണ്. PR വിനു പറഞ്ഞത് അനുമോളുടെ കഴിവ് കൊണ്ടല്ല, എന്റെ കഴിവ് കൊണ്ടാണ് അവള് വിജയിച്ചത്, അല്ലാണ്ട് അനുമോളുടെ കഴിവ് കൊണ്ടല്ല എന്നുള്ള രീതിയിൽ പറയുവാണ്. അവളുടെ കഴിവ് കൊണ്ടല്ല, എന്റെ PR കൊണ്ടാണ് ജയിച്ചതെന്നാണ് പറയുന്നത്. അപ്പോ വിനുവിന് എത്ര പൈസ കൊടുത്തെന്ന് അനുമോള് വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. സത്യം പറയാലോ, അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അനുമോള് പറയുന്ന ആ ഒരു ഭാഗം കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് കേൾക്കണം. അതുപോലെ ഞാനൊരു കാര്യം പറയാം, അനുമോളെ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒന്ന് തീർച്ചയായിട്ടും ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അനുമോളുടെ ചെക്കന്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 വിജയിയും നടിയുമായ അനുമോളുടെ വിവാഹ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത്. ഇതിനിടെയാണ് ഒരു പുതിയ തുടക്കത്തിന്റെ ആഘോഷം എന്ന അടിക്കുറിപ്പോടെ അനുമോൾ പങ്കുവച്ച പുതിയ ചിത്രങ്ങളും ശ്രദ്ധ നേടുന്നത്. എന്നാൽ ഇപ്പോഴിതാ വരന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഒരു പുതിയ തുടക്കത്തിന്റെ ആഘോഷം എന്ന അടിക്കുറിപ്പോടെ ഇട്ട ചിത്രങ്ങളിൽ വരന്റെ അമ്മയെയും കാണാം. അനുമോളുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും വരനെ തനിക്ക് അറിയാമെന്നും ഷിയാസ് പറഞ്ഞു. അപ്പൊ PR വിനു ചതിച്ച ആ ഒരു വീഡിയോ അനുമോൾ പറയുന്നുണ്ട്, അത് ഒന്ന് കേട്ടിട്ട് വാ. എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാളെയാണ് ഞാൻ നോക്കുന്നത്. എന്റെ ജാതകത്തിൽ നിന്നുള്ളത് എനിക്ക് എഴുതി വെച്ചിട്ടുള്ളത്. ജോൾസിന് ഇപ്പൊ സിഗ്നൽ വരും. ജോൾസിന് ഇപ്പൊ ഏകദേശം സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അത്ര ഇപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. അല്ല, ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് അദ്ദേഹം ഇൻഡസ്ട്രിയിൽ തന്നെ എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ അങ്ങനത്തെ ഒരാളെയല്ലേ നമ്മൾ നോക്കുള്ളൂ? അങ്ങനെയൊന്നുമില്ല. ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്റെ അച്ഛനമ്മയും പറയുന്ന പോലെ അല്ലല്ലോ ഞാൻ കേട്ടത്. കേൾക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കും, അല്ലാതെ നീ അഭിനയിക്കേണ്ട നിർത്തിക്കോ എന്ന് പറയാൻ അങ്ങനെ പറയില്ല. പറഞ്ഞാലേ നിർത്തത്തില്ല. കാരണം ഇത് ഈ ഒരു ഭാഗ്യമൊക്കെ കിട്ടുന്നത് അത് റെയർ ആയിട്ടേ കിട്ടുള്ളൂ. അപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ആയർനാട് എന്ന് പറഞ്ഞൊരു വില്ലേജിൽ ഈ ഒരു സ്ഥലത്ത് ഓടിച്ച് കളിച്ച് ചിരിച്ച് നടന്ന പെട്ടെന്ന് എനിക്ക് ദൈവമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു കഴിവ് തരുന്നു. കഴിവെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്തു, അതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നു. പിന്നെ അത് നല്ലൊരു സമയം ആയതുകൊണ്ട്, എൻ്റെ നല്ലൊരു സമയം, എൻ്റെ ഭാഗ്യം ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കഴിവ് മാത്രമല്ല ഭാഗ്യം കൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പൊ പിന്നെ ആ ഒരു കഴിവും ഭാഗ്യമൊന്നും ഞാൻ കളയാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അനുമോള് പറയുന്ന എന്റെ ചെക്കൻ അങ്ങനെ പറയത്തില്ല, നീ അഭിനയിക്കേണ്ട, നാളെ തൊട്ട് വീട്ടിൽ കുത്തിയിരുന്നാൽ മതി എന്നൊന്നും അങ്ങനെയൊന്നും പറയത്തില്ലെന്നാണ് പറയുന്നത്. PR വിനുവിനെ കുറിച്ച് പറയുന്ന ഒന്ന് കേട്ടോ. എന്തായാലും അധികം വൈകാതെ ജോത്സ്യം പറഞ്ഞ പോലെ നമുക്ക് കല്യാണം ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷത്തിനുള്ളിൽ കല്യാണം പെട്ടെന്ന് പ്രായമൊക്കെ വരെയല്ലേ കല്യാണം കഴിക്കണ്ടേ. ഇതാരും പറയണേ. അനുവിന് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന, എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റന്റ് ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ഫേവറേറ്റ് കോംബോ അനുവിന്റെ ആരാ? ഓപ്ഷൻ A അനു തങ്കു, ഓപ്ഷൻ B അനു അനീഷ്. അനു തങ്കു ശരിക്കും? അത് ഇനി എത്ര കാലം കഴിഞ്ഞാലും എല്ലാ ഓഡിയൻസിന്റെ മനസ്സിൽ അനു തങ്കു എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. അതാണ് എനിക്ക് അത്ഭുതം. ഇപ്പോൾ സ്റ്റാർ മാജിക് കണ്ടിട്ട് ഇത്രയും വർഷമായില്ലേ, ഇപ്പോഴും ഓരോ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ ചോദിക്കും, തങ്കച്ചനെ കാണാറില്ലേ, തങ്കച്ചനെ എന്തിനാ കെട്ടാതെ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ പോകുന്നതൊക്കെ. പക്ഷെ തങ്കച്ചേട്ടന് നമ്മൾ വിളിക്കാറില്ല. ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ കോമ്പോ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ആയിരിക്കും സ്റ്റാർ മാജിക് തുടങ്ങിയിരുന്നെങ്കിൽ എന്നൊക്കെ. എനിക്ക് തങ്കു ഇതിന്റെ അനീഷ അനു ഇട്ടത്. അനീഷിന്റെ പേര് കേൾക്കുമ്പോൾ അനുവിന് നല്ല ദേഷ്യമുണ്ട് കേട്ടോ. നല്ല രീതിയിലാണ് അനുമോളെ അനീഷ് സ്നേഹിച്ചത്. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അനീഷ് അനുമോളെ നല്ല രീതിയിൽ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ കല്യാണം കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിട്ടുണ്ടാവും. ഭയങ്കര എന്തോ ഇന്ന് കിടന്ന് ഉറങ്ങത്തില്ല പുള്ളിക്കാരൻ. അനീഷ് ആരും അറിയാതെ പൊട്ടിക്കാരായി. അനീഷിന്റെ മനസ്സ് കത്തുന്നുണ്ടാവും. കിട്ടിയ ആൾക്കാരെ ആ ഫാമിലിയിൽ 100 ദിവസം ഒരുമിച്ച് താമസിച്ച ഒരാളെ കോംബോ അല്ല അനു തങ്കു എന്ന് പറഞ്ഞൊരു കോംബോ പറഞ്ഞ. ഇത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച, നമുക്ക് എന്താ പറയുക, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോംബോ ആണ് അനു തങ്കു. അനു ഫുൾ അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഫുൾ ബിഗ് ബോസ് കണ്ടിരുന്നോ? ഞാൻ കാണുന്നില്ല. കുറച്ച് എപ്പിസോഡ് ഞാൻ TV-യിൽ മറ്റേ ഇത് 1 hour കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇവരെന്നെ പറ്റി ഒന്നും ഇടുന്നില്ല എന്നുള്ളത്. എനിക്ക് ബോറടിച്ചു, പിന്നെ ഞാൻ കണ്ടില്ല. ഇല്ല, ഇത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ വെറുക്കൂന്ന് എനിക്ക് മനസ്സിലായി. ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഞാനൊരു 10 എപ്പിസോഡ് ഇരുന്ന് കണ്ടു. കണ്ടപ്പോൾ എനിക്ക് ഒരു ഒറ്റ കാര്യം മനസ്സിലായി, എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ വെറുക്കുന്നതെന്ന്.
കാരണം അതിൽ എന്റെ നെഗറ്റീവ് മാത്രമേ ഇടുന്നുള്ളൂ. അതിന് തൊട്ട് മുമ്പുള്ളതോ അതിന് ശേഷമുള്ളതോ ഒന്നും ഇടുന്നില്ല. അവിടെ നടക്കുന്ന 24 hours എല്ലാം ഇടാൻ പറ്റത്തില്ലല്ലോ ഒന്നത്തെ കാര്യം. അപ്പൊ കട്ട് ചെയ്ത് കുറച്ച് അവർക്ക് ആവശ്യമുള്ള കണ്ടന്റ് മാത്രമേ ഇടുന്നുള്ളൂ. ഏതെങ്കിലും ഒരു സീക്വൻസ് അത് കാണിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? അവിടെ അത് ഇഷ്ടംപോലെ എല്ലാ എപ്പിസോഡിലും ഉണ്ട് ചേച്ചി. എന്നാലും ഒരെണ്ണം പറ. എന്നാലും ഉണ്ട്, എല്ലാ എപ്പിസോഡിലും ഉണ്ട്. അത്രയും എല്ലാ എപ്പിസോഡിലും വാരി വെതറിയുന്ന കുട്ടിയെ നിങ്ങൾ ഇഷ്ടംപടിയുണ്ട്. ഒരു PR-നെ ഏൽപ്പിച്ചു എന്നതിന്റെ പേരിൽ ഒരുപാട് പഴികൾ കേട്ടിട്ടുണ്ട്. ശരിക്കും ആ ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റാർഡം അനുവിനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞ അനു സമ്മതിക്കും. എനിക്ക് ബിഗ് ബോസ് വിന്നർ എനിക്ക് കിട്ടിയിട്ടില്ല അങ്ങനെ പറയാൻ. കാരണം ഉള്ളിൽ എനിക്ക് ബിഗ് ബോസ് വിന്നർ ഞാൻ അഥവാ ആകില്ല എന്ന് വിചാരിച്ചോ. ഞാൻ എന്നാലും ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരുടെ പറഞ്ഞ കാര്യമാണ്. അല്ല, എന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, അവര് പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഞാൻ വിന്നറായില്ലായിരുന്നെങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ വിന്നർ തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തതും സർവേ ചെയ്ത് വന്നത് ഞാൻ ഒറ്റ ഒരാളാണ്. മാത്രം അവിടെ PR കൊടുത്തിട്ടുള്ളൂ. എല്ലാരും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് വന്ന എല്ലാരും യൂഷ്വലി ഇങ്ങനെ ബിഗ് ബോസിൽ പോകുമ്പോ PR കൊടുക്കുക അതൊക്കെ ഒരു നോർമൽ രീതിയാണോ? ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? കാരണം പുതിയ സീസണും കൂടെ എത്തുകയാണ്. ആ ബിഗ് ബോസ് സീസണിലുള്ള എല്ലാവരും എനിക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ വിളിച്ചപ്പോ എന്നോട് അനു PR ആര് ചെയ്യുന്നത്? ഞാൻ PR എന്ന് പറഞ്ഞാൽ എന്താ എനിക്കറിയില്ല. അപ്പൊ അനു PR എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അനു ഇപ്പോ ഇത് 24 മണിക്കൂറും പൊക്കോണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അപ്പം അനുവിന് കുറച്ച് ഫാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അനുവിന് ഫാൻസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അവരിരുന്ന് എപ്പിസോഡൊക്കെ കണ്ട് എഡിറ്റിങ് കട്ടിങ്ങും ഒക്കെ പൊക്കോളും. അനുവിന് എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. വേറെ കുറേ പേര് പറഞ്ഞു അങ്ങനെ ഇരുന്ന് കാണാൻ പറ്റത്തില്ല, കുട്ടികളൊക്കെ ഇരുന്ന് ഇപ്പോൾ കൂടുതലും പിള്ളേരാണല്ലോ ഫാൻസ്, അപ്പോൾ അങ്ങനെ കാണില്ല. 24 മണിക്കൂർ ഫുൾ ഡേ 24 മണിക്കൂറും ടോയ്ലറ്റ് പോലും പോകാണ്ട് ഇരുന്ന് കാണുന്നവർ അങ്ങനെ ഇരിക്കുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല അതിനെ പറ്റി എന്താ സംഭവം അതെന്ന് പറഞ്ഞാൽ PR-നെ വെച്ച് കഴിഞ്ഞാൽ PR കുറേ പേരെ ഇതിന് കാശ് കൊടുത്ത് കുറേ പേര് ഇരുത്തും 24 മണിക്കൂറും ലൈവ് ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അത് റെക്കോർഡ് ചെയ്തിട്ട് അനുവിൻ്റെ നല്ല ഭാഗങ്ങളും പോസിറ്റീവ് സൈഡും മാത്രം കട്ട് ചെയ്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിടും. പിന്നെ അനുവിൻ്റെ കുറച്ച് നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല എന്തെങ്കിലും വൈറലാക്കി തരും. പിന്നെ അനുവിൻ്റെ പേജിലിടാൻ വേണ്ടിയിട്ടാക്കി തരും. അനുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പിസോഡിനകത്ത് ചിലപ്പോൾ 1 hour എപ്പിസോഡിനകത്ത് ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. ചിലപ്പോൾ 24 മണിക്കൂർ എപ്പിസോഡിനകത്ത് അനു ചെയ്ത നല്ല കാര്യം അതിനകത്ത് കാണും. അപ്പൊ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു PR-നെ പണിയെടുക്കുന്ന PR വേണം അനു വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പണിയെടുക്കുന്ന PR ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അതിന് മുന്നേ എനിക്ക് ഈ കോൾ വിളിക്കുമല്ലോ, ഈ സീസൺ ബിഗ് ബോസിൽ അനുമോളുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി ഒരു 25 പേര് എന്നെ വിളിച്ചു. അപ്പൊ ഈ വന്നവര് PR എന്നുള്ള കാര്യം പിന്നെ എനിക്ക് മനസ്സിലായത്. അപ്പം അനു ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യുമ്പോ ഇനി ആൾക്കാർക്ക് ഫാൻസ് വരെ ഉണ്ട്, ഫാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന്. പിന്നെയാണ് മനസ്സിലായത് ഇപ്പൊ റോബിൻ്റെത് ഞങ്ങളാ ചെയ്തത്, ഇയാളുടെ ഞങ്ങളാ ചെയ്തത്, അഖിൽച്ചേട്ടൻ്റെ ഞങ്ങളാ ചെയ്തത് പറഞ്ഞ് കുറെ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, അനുമോളുടെ ഇന്റർവ്യൂയുടെ വ്യൂസ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും അനുമോൾ കളിച്ചിട്ട് തന്നെയാണ് ജയിച്ചത്. അനീഷിന്റെ ഇന്റർവ്യൂടെ നോക്കിക്കഴിഞ്ഞാൽ അതും അറിയാൻ പറ്റും അനീഷ് എങ്ങനെയാണ് കളിച്ചത്. ഏറ്റവും കൂടുതൽ വ്യൂസ് ആർക്കാണെന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ജനങ്ങൾക്ക് അനുമോളെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് അനുമോൾ ജയിച്ചത്. ഈ PR വിനു ആണ് എല്ലാത്തിനും കാരണം, ഈ ഒരു വിവാദത്തിനും കാര്യങ്ങൾക്കും ഒക്കെ കാരണം പുള്ളിക്കാരനാണ്. സന്തോഷം ചേട്ടാ. അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് എന്നാ ഇരുന്ന് കാണാൻ പറ്റാനു മീറ്റിംഗ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ നേരിട്ട് പോലും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ഇതിനെപ്പറ്റി ഞാൻ ഇതിനകത്തുള്ളതായിട്ട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞ് അതിന് കാശ് കൊടുക്കണമെന്ന്. അപ്പൊ എത്ര കൊടുക്കണം? നല്ല എമൗണ്ട്. അനുവിന് എത്ര കാശ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾറെഡി അതിനൊരു ഫെയിം ഉള്ളതുകൊണ്ട് കൊടുക്കണ്ട. അല്ലാതെ മുന്നേക്ക് ഉണ്ടായിരുന്നവർക്ക് ഇത്ര എമൗണ്ട് കൊടുത്തു, ഇത്ര എമൗണ്ട്, വലിയ ഹ്യൂജ് എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഈ എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒരു ലഡ് വരാത്ത കുട്ടിയാണ്. അല്ല എമൗണ്ട് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ ചേട്ടാ? വേണ്ടാന്ന് പറഞ്ഞു. ഇല്ല അനു കൊടുത്തേ പറ്റുള്ളൂ, കൊടുക്കണം. കാരണം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെറുതെ അനുവിന് വേണ്ടി വന്നിരുന്ന് ചെയ്യുന്ന ആൾക്കാരല്ല, കാശ് കൊടുത്തല്ലേ ചെയ്യുള്ളൂ. കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അനു പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്ന് പറയാൻ പറ്റില്ല, പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു PR-നെ ഞാൻ വിളിക്കുന്നത്. ഒരു അതെ ഞാൻ കണ്ടിട്ട് കൂടിയില്ല, അയാൾ ആരാന്ന് പോലും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല. വിളിക്കുന്ന അയാൾ നല്ലൊരു PR, നന്നായിട്ട് പണിയെടുക്കുന്ന PR എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി എനിക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. കാരണം പുള്ളി വേറെ ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എന്നെ പോലെ തന്നെ അത്
അതിനകത്തുള്ള എല്ലാവരും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു പുള്ളി, ഇദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ PR വിനുവിനെ ഒരുപാട് പേര് വിളിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെ വിളിക്കാതിരിക്കും? ബിഗ് ബോസ് കപ്പ് അനുമോള് നേടിയിട്ട് പറഞ്ഞത് കേട്ടില്ലേ, പിന്നെ ഞാൻ കാരണമാണ് ബിഗ് ബോസിൽ അനുമോള് കപ്പ് അടിച്ചത്. എന്തായാലും അവനെ തെറി പറയാനായിരിക്കും ആൾക്കാർ വിളിച്ചത്. ബാക്കി കൂടെ കേട്ടു നോക്കാം. അപ്പൊ പുള്ളി ഹോൾഡ് ചെയ്തോണ്ട് അപ്പൊ എനിക്ക് ടൈമില്ല, ഇനി തുടങ്ങാൻ 2-3 ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ എന്നെ കൈവിടരുത് എന്ന് ഞാൻ ഇങ്ങനെ താഴ്മയോട് ഞാൻ അപേക്ഷിച്ചു. എനിക്കത് പറയാൻ എനിക്കൊരു നാണമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് PR വേണം, കാരണം എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പറയുമ്പോൾ സ്റ്റാർ മ്യൂസിക്കിന്റെ ഫാൻസ് ആരാ, പഠിക്കുന്ന പിള്ളേരാണ്, സ്കൂൾ കുട്ടികൾ, കോളേജ് പിള്ളേര്, അവർക്കൊക്കെ ജോലിയുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി 24 മണിക്കൂറും ഇരുന്ന് കാണുന്നവർ വളരെ കുറവായിരിക്കും. ചേട്ടാ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണം ചേട്ടാ, എനിക്ക് പേടിയെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറഞ്ഞു. അപ്പൊ ചേട്ടൻ അത് സംസാരിച്ചപ്പോൾ തന്നെ എന്റെ കുറെ സംസാരിച്ചപ്പോൾ തന്നെ പുള്ളിക്ക് ഒരു എളിമ തോന്നിയിട്ട്, കഷ്ടം തോന്നിയിട്ട് പുള്ളിയെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അനുവിന് PR-ന്റെ ആവശ്യമില്ല, അനുവിന് ഓൾറെഡി ഫെയിം ഉണ്ട്. ഞാൻ പറഞ്ഞു ചേട്ടാ ഫെയിം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു നോക്കട്ടെ എനിക്ക് കുറേ വന്നിട്ടുണ്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ശരി നമുക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എൻ്റെ തന്നെ എടുത്തത്. അങ്ങനെ തുക കൊടുക്കേണ്ടി വന്നോ? ഇല്ല, അങ്ങനെ കൊടുക്കാം. പുള്ളി ഒരു എമൗണ്ട് പുള്ളി മുന്നത്തെ ചെയ്ത് വെച്ചതനുസരിച്ച് ഒരു വലിയ എമൗണ്ട് വന്നപ്പോൾ ഞാൻ തന്നെ ഷോക്കായി പോയി. ചേട്ടാ ഞാൻ പറഞ്ഞു ഈ ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പോകേണ്ട ആവശ്യമില്ല, കാരണം എനിക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വീടിൻ്റെ ലോണും കാര്യങ്ങളൊക്കെ ഞാൻ അടയ്ക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ കുറച്ച് ബാധ്യതകൾ പുള്ളിയെടുത്ത് സംസാരിച്ചു. അതിന് പുള്ളി പൈസ ഇങ്ങോട്ട് തരാൻ അങ്ങനെ പോടുന്നത്. അപ്പം സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഈ അനു ആണ് ബിഗ് ബോസിൽ പോകുന്നുണ്ടെങ്കിൽ ഈ അനുവായിട്ട് നിന്ന് ഞാൻ ഒരു 30% അനുവിന് ഞാൻ സപ്പോർട്ട് ചെയ്യാം, ബാക്കിയെല്ലാം അനുവിൻ്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ടാണ് പുള്ളിനെ വിടുന്നത്. ഭയങ്കര സപ്പോർട്ട് ചെയ്ത് പുള്ളി അങ്ങോട്ട് വിട്ടിട്ട് ബാക്കി അനുവിൻ്റെ കയ്യിലാണ്, അനുവായിട്ട് എന്നെ പോയി നിൽക്കൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി. പുള്ളി ഫുൾ സപ്പോർട്ടും തന്നിട്ടാണ് എന്നെ വിടുന്നത്, വേറെ ഒന്നും പഠിപ്പിക്കാനൊന്നും നിന്നില്ല. ഞാൻ എനിക്ക് പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അനുവിനെ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വിടുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴൊന്നും PR-നെ പറ്റി ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിങ്ങൾക്ക് PR ഉണ്ടോ, എനിക്ക് PR ഉണ്ട്, ഞാൻ ഇയാളുടെ പേരും പറയുന്നുണ്ട്. പക്ഷേ ഈ PR എന്ന് പറഞ്ഞ സംഭവം ഇത്ര വലിയ സംഭവമാണെന്നുള്ള കാര്യമൊക്കെ പിന്നെ ഞാൻ അറിയുന്നത്. പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ PR പറഞ്ഞു വിടാൻ പറയണമായിരുന്നു. PR-ന്റെ കാര്യം പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയില്ലായിരുന്നു. ഇവർക്കൊക്കെ കൊള്ളുന്നതാണെന്നുള്ള കാര്യം എനിക്കറിയില്ല, കാരണം എൻ്റെ PR-നെ അവർക്ക് കിട്ടാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും കാര്യങ്ങളാണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. സാരമില്ല, കപ്പ് കിട്ടിയില്ലേ, എന്തായാലും കപ്പ് വീട്ടിലിരിക്കുകയാണ്. പുതിയ സീസണിൽ ആർക്ക് കപ്പ് കിട്ടുന്നുള്ളത് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എന്താ പറയാനുള്ളത്, പുതിയതായിട്ട് വരാൻ പോകുന്ന സീസൺ, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നവര് അവരോടൊക്കെ ഒരു കൊടുക്കാനുള്ള ഒരു വാർണിംഗ്? ഏത് സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. പിന്നെ എന്താ പറയുക, നന്നായിട്ട് അവിടെ നിൽക്കുക. 100 ദിവസം തന്നെ നിന്നിട്ടേ പോകൂ. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ നമ്മളെ നിർത്തത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ അവിടെ പെർഫോമൻസ് ചെയ്യുക. അത് ഇനിയിപ്പോൾ വെറുതെ പോയി അവിടെ ചെന്ന് വഴക്കുണ്ടാക്കണമെന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അറിയാനുമല്ല, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. കാരണം അവിടെ 150 ക്യാമറ അല്ലെങ്കിൽ 200 ക്യാമറ ഉണ്ടെങ്കിലും 100 ക്യാമറ ഉണ്ടെങ്കിലും അവിടെ ഉറക്കൊഴിഞ്ഞ് ഇരിക്കുന്ന കുറേ ക്യാമറ ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു പെർഫോമൻസ് അവിടെ കൊടുക്കണം അവർക്ക്. എന്ന് വെച്ച് വെറുതെ ഒരു കണ്ടന്റ് ചെന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല പറയുന്നത്. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഒരു പുതിയ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ജീവിക്കുക, അങ്ങനെ ജീവിച്ച് പോവുക. ഒരു മൂലയിൽ പോയി മിണ്ടാതിരിക്കാനോ ഒന്നും പാടില്ല. നമുക്ക് നാവുണ്ട്, നമുക്ക് എന്തും സംസാരിക്കാം. ചീത്തൊന്നും വിളിക്കരുത്, അത്രയേ ഉള്ളൂ. എന്തും സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക, ഫുൾ ടൈം സംസാരിച്ചുകൊണ്ടിരിക്കുക. ബോയ്ഫ്രണ്ട് വിളിക്കുന്നുണ്ട്? ഇല്ല, മഞ്ജുവ. മഞ്ജീഷ് പേര്? ഇല്ല, മഞ്ജുവ. അല്ല ഞാൻ ഇപ്പൊ 1 സെക്കൻഡ്. ഹലോ. അയ്യോ മഞ്ജു വാര്യർ. ഹലോ മഞ്ജു, ഞാൻ തിരിച്ചു വിളിക്കാമേ, ഒരു പ്രോഗ്രാമിൽ ഇരിക്കുക. അടുത്ത ബോയ്ഫ്രണ്ട്? അത് വേറൊരു ടീമാ. ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ ഇങ്ങോട്ട് വന്നോളൂ. ഇടയിലും മീറ്റിംഗ്. അതെ ലെഫ്റ്റ് സൈഡ് സ്റ്റെപ്പിൽ കൂടെ കയറി വന്നോളൂ. അനു എങ്ങനെയുണ്ട് എന്റെ സെറ്റിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് പ്രോഗ്രാമിന്റെ പേരൊക്കെ? സെറ്റപ്പ് വിത്ത് ലക്ഷ്മി നക്ഷത്രം. സിറ്റപ്പ്. ഓക്കെ സോറി. അപ്പൊ അനുമോൾക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.